കേട്ടിടത്തോളം ഇത് വലിയൊരു ഗൂഢസംഘമാണ്. ഇതാ വർഷങ്ങൾ മാത്രമല്ല, അതിൻ്റെ തുടർച്ചയിൽ ഇപ്പോഴും ആളുകൾ പ്രവർത്തിക്കുന്ന ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ, തട്ടിക്കൊണ്ടുവരാൻ, റേപ്പ് ചെയ്യാൻ, കൊല്ലാൻ, കൊണ്ട് നേത്രാവതിയിൽ ഒഴുക്കാൻ, കൊണ്ട് കുഴിച്ചിടാൻ, കൃത്യമായ ഡ്യൂട്ടികളൊക്കെ വേർതിരിച്ചു കൊടുക്കപ്പെട്ട ഒരു 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 മാഫിയ ഗ്യാങ് സംഘം. നിങ്ങൾ 3-4 പേരുടെ പോരാട്ടം എവിടെ എത്താനാണ് മനാഫ്? ജോർജ് സാർ പറഞ്ഞ മാതിരി പ്രായമുള്ള ആളുകൾ അവിടെ വന്നിട്ട് മരണപ്പെടുന്ന ഒരു കാര്യം പറഞ്ഞു. ജോർജ് സാർ മരിക്കാൻ വരുന്ന പ്രായമുള്ള ആളുകളൊക്കെ അവിടെ വന്നിട്ടാണോ മരിക്കാറ്? അങ്ങനെ മരിക്കുകയാണെങ്കിൽ തന്നെ അവരെ മറവ് ചെയ്യാൻ അവരുടെ കുടുംബക്കാരോ ബന്ധുക്കളോ കൂടെ ഉണ്ടാവൂലേ? ഇതിനെ ലഘൂകരിച്ച് കാണരുത് എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു ശുചീകരണ തൊഴിലാളി പറയണത് മറവ് ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് ഒരു സ്വകാര്യ പ്രോപ്പർട്ടിയിലാണ് ഈ മറവ് ചെയ്തത്. ഇതൊരു ശ്മശാനല്ല, ഒരു സ്വകാര്യ പ്രോപ്പർട്ടിയിൽ മറവ് ചെയ്തത്. ഈ ശുചീകരണ തൊഴിലാളിക്ക് കർണാടകയിൽ നമ്മളെല്ലാവരും ഇട്ട പേര് ഭീമ എന്നാണ്. ഈ ഭീമ അവിടെ കുഴിച്ചിട്ട സമയത്ത്, അവിടെ മറവ് ചെയ്യുന്ന സമയത്ത് പല ഘട്ടങ്ങളിലും ഈ പോലീസ് കാവൽ നിന്നും കൊണ്ടാണ് മറവ് ചെയ്തത്. ഭീമ പറയുന്ന കാര്യ. ഈ ഭീമയെ മറ്റെന്താ പറയാ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ബുള്ളറ്റ് പ്രൂഫ് ഇട്ടിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും കോടതിന്റെ ഉള്ളിൽ ഭീമ ആ മുഖംമൂടിയോട്ടിട്ട് എല്ലാലും നിൽക്കുക. അത് ഒരു പോലീസായിട്ടുള്ള ആളുകൾ പറയുമ്പോൾ അതിന്റെ ഒരു ലോജിക്ക് മനസ്സിലാവുന്നില്ല. നമ്മള് എന്താണോ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതെന്നൊരു ഡൗട്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഇതിൽ 100% പോലീസിന്റെ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. പോലീസ് സംവിധാനം ഈ രാജ്യത്ത് ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ട്. ഇന്റെ ഇന്നത്തെ ഒരു അവസ്ഥ പറയാ. ഞാൻ ഇന്ന് ഈ ഒരു വധഭീഷണി ഏറ്റ് നിൽക്കുന്ന ആളാണ്. ഞാൻ അയാളോട് ഫോണിൽ പറഞ്ഞ് നാളെ ഞാൻ ധർമ്മസ്ഥലയിൽ വന്ന് നിൽക്കാന്ന് പറഞ്ഞ ആളാണ്. പക്ഷെ എനിക്ക് പോകാൻ പറ്റൂല. എൻ്റെ ഒരു ജോലിക്കാരന് കോഴിക്കോടുള്ള ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ കാല് മരം മുറിക്കണ കട്ടർ കൊണ്ടിട്ട് കാലിന്റെ സ്വാധീനം നഷ്ടപ്പെട്ടിട്ട് ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പറയാണ്, നിങ്ങൾ ഉപഭോക്തൃ കോടതിയിൽ പോയിട്ട് പരാതി കൊടുക്കുന്നത്. കാലിന്റെ സ്വാധീനം നഷ്ടപ്പെട്ട് ഒരു കുടുംബം നോക്കി നടത്തേണ്ട ഒരു തൊഴിലാളിന്റെ കാലിന്റെ സ്വാധീനം നഷ്ടപ്പെട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസ് പറയാണ്, അവിടുത്തെ അധികാരി പറയാണ് ഉപഭോക്തൃ കോടതിയിൽ പോകണമെന്ന്. ഇതാണ് നമ്മളെ പോലീസ് സംവിധാനം സാർ. ഈ സംവിധാനം നമ്മളെ നാട്ടിൽ ഈ രാജ്യത്ത് മാറേണ്ടതുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭീമ പറയുന്നുണ്ട്, പല സമയത്തായിട്ട് പറയുന്നുണ്ട്, അവിടെ പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ഞാൻ ഈ മറവുകളൊക്കെ ചെയ്തതെന്ന്. ഈ കേസ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം കുടുങ്ങണ പട്ടികയിൽ പോലീസാണ് ആദ്യത്തെ പ്രതിയായി വരാൻ പോണത്. അപ്പൊ ഇത്ര നിസ്സാരമായിട്ട് ഈ വിഷയത്തെ ഇപ്പം റിട്ടയർഡ് ആയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ദയവ് ചെയ്തിട്ട് ഇതിനെ എത്ര നിസാരമായി കാണരുത്. പോലീസിന്റെ അനാസ്ഥയാണ് ഇന്നത്തെ ദിവസം പോലും ഉള്ളത്. കോടതി എന്താണ് ഡയറക്ഷൻ കൊടുത്തത്? പോലീസിന് ഡയറക്ഷൻ കൊടുത്തതാണ് ഈ വിഷയത്തിൽ. ഈ ഭീമന്റെ കാര്യത്തിൽ ഭീമ പറയുന്ന സ്ഥലത്ത് മണ്ണ് മാന്തി പരിശോധിക്കാൻ കോടതി ഉത്തരവ് കൊടുത്തതാണ്. അത് പ്രകാരമാണ് ഒരു ചെറിയ ഒരു കോമൺ സെൻസ് ഉള്ള വക്കീലന്മാരായിരിക്കുമല്ലോ ഈ കേസിന്റെ പിന്നിൽ ഉണ്ടാവുക. ആ വക്കീലന്മാര് ഈ ഭീമനെയും കൊണ്ടിട്ട് ഈ ഒരു സ്ഥലത്ത് വരുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു നിയമ ഇതുണ്ടാവുമല്ലോ, പരിരക്ഷ ഉണ്ടാവുമല്ലോ. അത് പ്രകാരമാണ് വരുന്നത്. അവിടെ വരുമ്പോൾ ഈ പോലീസ് അവിടേക്ക് വന്നിട്ടില്ലെങ്കിൽ പോലീസ് സംവിധാനത്തിൽ ഇതിന്റെ ഏറ്റവും വലിയ പ്രതിയാവാൻ പോകുന്നത് വരുന്ന ആളുകൾ നിങ്ങൾ കണ്ടോ? തെളിവെടുപ്പിന് പോണ്ട എന്നുള്ള തിട്ടൂരമാണോ മനാഫ്? ആരെയാണ് ഈ പോലീസ് ഭയക്കണത്? ഇതിന്റെ പിന്നില് ആരുമില്ലെങ്കിൽ ഇതിപ്പോ എന്താ പറയാ, ജോർജ് സാർ പറഞ്ഞ മാതിരി ഇതൊരു പ്രായമായ വ്യക്തികൾ അവിടെ ക്ഷേത്ര ദർശനത്തിന് വന്നിട്ട് മരണപ്പെടുന്നതാണെങ്കിൽ പിന്നെ എന്തിനാ പേടിക്കേണ്ടത് പോലീസിന്? അതങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് നോക്കാലോ. അത് ആരതാണ് ഇന്നത്തെ ടെക്നോളജി വെച്ചിട്ട് നമുക്ക് ഒരു 15 കൊല്ലോ 20 കൊല്ലോ പഴക്കമുള്ള അസ്ഥികൂടം ആരതാന്ന് തെളിയിക്കാൻ കഴിയില്ലേ? നമ്മൾ ഏത് രാജ്യത്താ ജീവിക്കുന്നത്, ഏത് ലോകത്താ ജീവിക്കുന്നത്? ഡയനോസർ ഏത് കാലത്തുള്ള ഡയനോസർ ആണ്? അത്ര വയസ്സുണ്ട് ഡയനോസറിന് പോലും കണ്ടുപിടിക്കാൻ കഴിയുന്ന ടെക്നോളജി ഉള്ള ലോകം നമ്മളെ മുന്നിൽ ഉണ്ടാവുമ്പോൾ നമുക്ക് ഒരു 10, 15, 20 കൊല്ലം മുന്നത്തെ അസ്ഥികൂടങ്ങൾ വെച്ചിട്ട് അവന്റെ തറവാട് വരെ കണ്ടുപിടിക്കാൻ കഴിയും സാർ. നമ്മൾ ഒന്നും കൂടി എന്താണ് ഉണരണം.
ആരെങ്കിലും ഒക്കെ പറയുന്നതല്ല തെറ്റാണ്. അങ്ങനെ മരണപ്പെടുന്നവരെ ഇതിനു വേണ്ടിട്ട് ജോർജ് ജോസഫ് എന്താണ് പറയുന്നതല്ല തെറ്റാണ്. അങ്ങനെയല്ല പറഞ്ഞോളി. എന്താണ് അസ്ഥികൂടം എടുത്തു കഴിഞ്ഞാൽ അതിന് പഴക്കം നോക്കാൻ പറ്റില്ലേ? അസ്ഥികൂടം കിട്ടിയിട്ട് അത് കണ്ടുപിടിക്കാൻ ഇല്ല കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് വേറെ കാര്യങ്ങളാണ്. ഒരാളുടെ DNA കണ്ടുപിടിക്കണമെങ്കിൽ ആ ആളുടെ ബന്ധുക്കൾ വേണം. ഇത് നൂറുകണക്കിന് അസ്ഥികൂടം കിട്ടിയാൽ അതിനകത്ത് ഒന്നും ചെയ്യാൻ പോലീസിന് പറ്റില്ല. അത് പ്രത്യേക ഒരാളെ ഇന്ന സ്ഥലത്ത് കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ അസ്ഥികൂടം എടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ. ജോർജ് ജോസഫ്, ഇവിടെ സുജാത ഭട്ടിന്റെ മകളുണ്ട് അനന്യ ഭട്ട് കുഴിക്കകത്തുണ്ടെങ്കിൽ അവരുടെ അസ്ഥികൂടം ഉണ്ടെങ്കിൽ ഇവിടെ സുജാത ഉണ്ടല്ലോ ഡീൻ എടുക്കാൻ. നോക്കാലോ. ഞാൻ പറഞ്ഞത് അന്വേഷണത്തിന്റെ ഒരു വഴി മുന്നോട്ട് പോകണ്ടേ? അതൊന്നും പോകുന്നില്ല. അതുപോലെ ഒരേ സ്ഥലത്ത് 100 പേരെ കുഴിച്ചിട്ടിട്ടുണ്ട്. ഒരേ സ്ഥലത്ത് തന്നെ 100 പേരെ അയാൾ പറഞ്ഞിട്ടുണ്ട്. ഭീമ 100 പേരെ കുഴിച്ചിട്ടുണ്ട് ആ ഏരിയയിൽ. തെറ്റായ കാര്യങ്ങൾ പറയരുത്. സാർ ഈ ഭീമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ സംസാരിച്ച ആളാണ്. വ്യത്യസ്തമായ സ്ഥലത്താണ് കുഴിച്ചിട്ടത്. ഭീമയുടെ കാര്യം എനിക്ക് പേര് പോലും അറിയത്തില്ല. ഒന്നിൽ അല്ല, നമ്മൾ അങ്ങനെയാണ് വിളിക്കാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് പറയുന്നത്. അദ്ദേഹം ഒരു ദിവസം ഒന്നിൽ കൂടുതൽ ആളുകളെ മറവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു നോർമൽ മനുഷ്യൻ അത് പറയാണ്. അപ്പൊ അതിനെന്താണെന്ന് കഴിഞ്ഞാൽ അതിന് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ക്യാമറന്റെ മുന്നിലേക്ക് വരാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആളുകളെ ധർമ്മസ്ഥലയിൽ വരികയാണെങ്കിൽ ആരൊക്കെ വരാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഞാൻ അതിന്റെ മീഡിയ കോർഡിനേറ്ററാണ്. എനിക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റും. ഈ ആളുകളെ അടുത്ത് ഞാൻ കൊണ്ടുപോയി പരിചയപ്പെടുത്താം. അവർക്കൊക്കെ പറയാനുള്ള കഥകൾ കേട്ടു നോക്കൂ. അവരൊക്കെ ബന്ധുക്കളുണ്ട്. അവർക്കൊക്കെ ഇനിയും അവരുടെ മക്കളെ കിട്ടാനുണ്ട്. ഒരു തർക്കം ഇല്ല. ഇത് നിസ്സാരമായ കേസേ അല്ല. ഇത് വളരെ ഭീകരമായ സത്യങ്ങൾ ഒരുപക്ഷെ മണ്ണിനടിയിൽ ഒളിച്ചു കിടക്കുന്ന ഒരു കേസാണ്. അതിന് പോലീസ് അന്വേഷണമാണ് ആവശ്യം. പോലീസ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അന്വേഷിക്കാൻ ആവശ്യം ഇടപെടലാണ് ഉണ്ടാവേണ്ടത്. ആ ഇടപെടൽ ഇതുവരെ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ ആ കൊലപാതകങ്ങളെക്കാൾ പീഡിപ്പിക്കുന്ന വസ്തുത.